അങ്ങനെയെങ്കിൽ സൗദിയിലുള്ള അരാംകോ പ്ലാന്റ് ആരാണ് ആക്രമിച്ചത്? ഇറാൻ അല്ലെന്ന് അവർ തീർത്തു പറയുന്നു. സൗദി ഏറെക്കുറെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നെ ആരായിരിക്കും അരാംകോയിൽ ആക്രമണം നടത്തിയത്? ഇറാനും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഐക്യം നമുക്കറിയാം വളരെ കാലം ശത്രുതയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അവർക്കിടയിൽ വലിയ രീതിയിലുള്ള ഐക്യം വരുന്നുണ്ട്. ആ ഐക്യം തകർക്കാനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തിലുള്ള മിഡിൽ ഈസ്റ്റിലെ ഈ ടെൻഷനിലെ ഈ വാറിലേക്ക് അറബ് യൂണിയനെ അതായത് GCC കൺട്രികളെ ഒന്നിച്ച് ഭാഗമാക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ കരുനീക്കമാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം സംശയം തോന്നുന്നുണ്ട്. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അവരെ ഇറാനെതിരെ തിരിക്കാനുള്ള ശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഗ്രേറ്റ് ഇസ്രായേലിന്റെ സ്ഥാപനത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ ആകെ അരാജകത്വം സൃഷ്ടിക്കുക എന്നത് ചില തൽപര കക്ഷികളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത്തരം ആഗ്രഹക്കാരാണ് ഇത്തരം കപടമായ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യത്ത് ഉടനീളം ഉണ്ടാക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതുവഴി അറബ് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഇറാനുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൗഹൃദം നശിപ്പിച്ച് ഇവരെ തമ്മിൽ സ്ഥിര ശത്രുക്കളാക്കാനുള്ള ഗൂഢതന്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി അറബ് രാജ്യങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുകയും അവർക്കിടയിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാനും വലിയ രീതിയിൽ സമയം ചെലവാക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇത് യാദൃശികമായി സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. ചൈനയെ പോലെ റഷ്യയെ പോലുള്ള വൻ ശക്തികൾ ഇറാന്റെ പരമാധികാരത്തിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ പടിഞ്ഞാറൻ ശക്തികൾക്ക് മേഖലയിൽ നിലവിലുള്ള തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന ഭയവും സ്വാഭാവികമായിട്ടും ഉണ്ട്. ദുബായ് ബേസിൽ നിന്നൊക്കെ അമേരിക്കൻ സൈന്യം കൂട്ടപ്പാലായനം നടത്തുന്നു എന്നതിനൊപ്പം അറബ് മണ്ണിൽ വീണ്ടും ചോരപ്പുഴകൾ ഒഴുക്കി അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെന്ന ആക്രമണങ്ങൾ എന്നാണ് ഒരു പ്രമുഖമായിട്ടുള്ള വിലയിരുത്തൽ. ഇറാനെ പിശാചികളായി ചിത്രീകരിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ ഒരു അവസരത്തിൽ യഥാർത്ഥ ശത്രു ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഗൾഫ് ഭരണാധികാരികൾക്ക് വളരെ അത്യാവശ്യമായി വേണം. എന്തായാലും വരും ദിവസങ്ങളിൽ സൗദി അടക്കമുള്ള അരാംകോ പ്ലാന്റിൽ നടന്ന സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആധുനിക അധിനിവേശ ശക്തികളുടെ മുഖംമൂടി അഴിച്ചുമാറ്റമുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.